മൈലേജ് കുറവുണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ പേര് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുകയെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മെയിനായിട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പാർക്ക് പ്ലഗ്, പിന്നെ എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് അത് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം മാറേണ്ടി വരും. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മൈലേജ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഉണ്ടെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും ചെക്ക് എഞ്ചിൻ ലാമ്പ് കത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ O2 സെൻസറിൻ്റെതോ അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി സെൻസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാണിംഗ് ലാമ്പ് കത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരിയേഷൻ ഈസിയും എടുത്തിട്ടാണ് ഈ ഫ്യൂവൽ എത്ര കൊടുക്കണം, എയർ എത്ര കയറണുണ്ടെന്നൊക്കെ അതിൽ കൂടെയൊക്കെയാണ് മനസ്സിലാക്കണം. അപ്പോൾ സെൻസറുകൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും മൈലേജ് ഡ്രോപ്പ് വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് പറഞ്ഞ വണ്ടികൾക്ക് ടൈമിംഗ് ചെറിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൈലേജ് ഡ്രോപ്പ് കാണിക്കും, പിക്കപ്പ് കുറയും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ കണ്ടീഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ അത് എഞ്ചിൻ്റെ കണ്ടീഷൻ എന്തെങ്കിലും പുക ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പിക്കപ്പ് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓയിൽ വെളിയിലോട്ട് അടിക്കുകയാണെങ്കിലോ അപ്പോൾ അതൊക്കെ കാരണങ്ങളുണ്ട് നമുക്ക് മൈലേജ് ഡ്രോപ്പ് വരാൻ ചാൻസ് വരും. ഇപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാം, ഫ്യൂൽ ഫിൽറ്റർ ചെക്ക് ചെയ്യാം. ഇതൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത്. ഇത്രയും ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കുക. മൈലേജ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി അങ്ങോട്ട് എഞ്ചിൻ്റെ സൈഡുകളിലും പിന്നെ ചെക്ക് എഞ്ചിൻ ലാമ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.